ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻറ്റ്സ്. ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗാണ്. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അജ്മാനുള്ള ഫെസ്റ്റിവൽ ലാൻഡിലാണ്. ആക്ച്വലി അവിടെ ഒരു വിൻ്റർ ഗാർഡൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു സ്നോ ഫാളിൻ്റെ ഷോ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയത്. എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. ആക്ച്വലി ഇവിടെ ഒരു നമ്മുടെ ജപ്പാനിലും കൊറിയയിലൊക്കെ കാണുന്ന ചെറി ബ്ലോസം സീസൺ ഉണ്ട്. അത് ആ ചെറി ബ്ലോസം സീസൺ ആക്ച്വലി ഇവിടെ റിക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചെറി ബ്ലോസം എന്ന് പറയുന്നത് ഒരു ട്രീയിലുണ്ടാവുന്ന ഒരു ചെറി ബ്ലോസം എന്ന് പറയുന്ന ട്രീയിലുണ്ടായിരുന്ന പൂവാണ്. ആക്ച്വലി അതിന് ജപ്പാനീസിൽ പറയാം സക്കൂറ എന്നാണ്. ഒരു പിങ്ക് കളറിൽ, പിങ്കും വൈറ്റൊക്കെ ചേർന്നിട്ടുള്ള കളറിൽ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പൂവ്. അത് ഈ ചെറി ബ്ലോസം സീസൺ എന്നാണ് അവർ അവിടെ പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ അവർ റിക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആക്ച്വലി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഫുള്ള് സ്നോവും ഫ്ലോർ അടക്കം ആ വൈറ്റ് കാർപ്പറ്റ്സ് ഒക്കെ ഇട്ടിട്ട് സ്നോമാൻസൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ സ്നോഫോളിൻ്റെ ഷോ ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. ആക്ച്വലി അത് ഫേക്ക് സ്നോ ആണ്. അതിൻ്റെ ചോട്ടിൽ നിന്ന് വെച്ചിട്ട് ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിറ്റർജൻറ്റ് പൗഡറില്ലേ, അത് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ബബിൾസ് വരില്ല, ആ സംഭവമാണ് ഇവിടെ സ്നോ ആയിട്ട് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ആക്ച്വലി ഈ സ്നോഫാളൊന്നും ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടം പോവുക, നിങ്ങൾ സ്നോഫോളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നല്ലൊരു വൈബായിരുന്നു. ഞാൻ എൻ്റെ മോൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പോയതാണ് ആക്ച്വലി. പക്ഷേ മോളും ഞാൻ ഒരുപോലെ എൻജോയ് ചെയ്തു. ഈ എന്താ പറയുക, അജ്മാൻ ഫെസ്റ്റിവൽ ലാൻഡിൽ എൻട്രി ചെയ്യാണ് 4 dirhams ആണ്. 4 dirhams അല്ല 5 dirhams ആണ്. ആക്ച്വലി ആഫ്റ്റർ 4 PM നമ്മൾ വരികയാണെങ്കിലാണ് നമുക്ക് ഈ 5 dirhams കൊടുക്കേണ്ടി വരുന്നത് എൻട്രി ഫീസ്. അല്ല, ബിഫോർ 4 PM വരികയാണെങ്കിൽ എൻട്രി ഫീസ് ഇല്ല, ഫ്രീ ആയിട്ട് കയറാം. പക്ഷേ ആഫ്റ്റർ 5 PM അല്ലെങ്കിൽ 4 PM വരെയാണ് നല്ലത്. എന്താ വെച്ചാൽ അപ്പോഴാണ് ഈ സ്നോഫോളും ഈ രാത്രിയാണ് ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാൻ ഏറ്റവും ഭംഗിയുള്ളത്. പിന്നെ ആ അജ്മാൻ ഫെസ്റ്റിവലിലേക്ക് എൻട്രി ചെയ്യാനുള്ള 5 dirhams കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഈ വിൻ്റർ ഗാർഡനിലോട്ട് എൻട്രിയുള്ള ടിക്കറ്റും ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് പെർ ഹെഡ് 5 dirhamsൻ്റെ ചിലവ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പിങ്ങിനുള്ള ഷോപ്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പിന്നെ എന്താ പറയുക, ഈ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഞാൻ മോളും ഹസ്ബൻഡൊന്നും അങ്ങോട്ടൊന്നും തിരിഞ്ഞില്ല. പുറത്ത് കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടൊന്നും തിരിഞ്ഞില്ല. ഫുൾ ടൈം ഈ എന്താ പറയുക, എവറി ടൈം ഈ ഷോ വരുമ്പോൾ അതിൻ്റെ ചോട്ടിൽ പോയി നിൽക്കലായിരുന്നു പണി. എവരി 1 hour ആണ് തോന്നുന്നു ഈ ഷോ ഉള്ളത്. പക്ഷേ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാം. ഒരുപാട് നല്ല അവരെ ആ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് കുട്ടികളെ തുള്ളിച്ചാളി നമ്മുടെ കുട്ടികൾ എന്താ പറയുക എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസിന് അവർ കൂടെ ചേർന്ന് എൻജോയ് ചെയ്യാൻ തോന്നും. അതങ്ങനെയാണ്. അപ്പോൾ ഇതുവരെ സ്നോ ഫോൾ എക്സ്പീരിയൻസ് ചെയ്യാത്തവർ പോവുക, കാണാൻ. ഇത്ര dirhams നമുക്ക് വരുന്നുള്ളൂ. അങ്ങനെ ആക്ച്വലി കുട്ടികളെ വിൻ്റർ വെക്കേഷനൊക്കെ ഇവിടെ കഴിഞ്ഞു. എന്നാൽ പോലും കുറച്ച് കാലം കൂടി എത്ര വരെ ഈ വിൻ്റർ ഗാർഡൻ ഇവിടെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. എങ്ങനെയും വിൻ്റർ കഴിയുന്നവർ വിൻ്റർ ഗാർഡൻ ഇവിടെ ഉണ്ടാകും. നല്ല തണുപ്പത്ത് പോയിട്ട് എൻജോയ് ചെയ്യാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും കുട്ടികളെ കൂട്ടി വരിക. Yeah.
അപ്പോൾ ഞങ്ങളുടെ ഔട്ടിംഗ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.